ആ കുടുംബം അനുഭവിച്ചിട്ടേ അവർ ഈ ലോകത്ത് നിന്ന് വിട പറയുകയുള്ളൂ. വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. മംഗലാപുരത്ത് നടന്ന സംഭവമാണ്. തൻ്റെ കുട്ടിയെ ഉസ്താദ് അടിച്ചു എന്ന പേരിൽ ഉസ്താദ് ഭക്ഷണം കഴിക്കുന്ന സ്ഥലത്ത് വന്നിട്ട് കുട്ടിയെയും കൂട്ടി വന്നിട്ടാണ്, കുട്ടിയുടെ മുമ്പിലിട്ടാണ് ഉസ്താദിനെ അടിക്കുന്നത്. എന്തിനായിരിക്കും കുട്ടിയെ ഉസ്താദ് അടിച്ചിട്ടുണ്ടാവുക? ആ കുട്ടിയുടെ അടുത്ത് എന്തെങ്കിലും ഒരു തെറ്റ് ഉസ്താദ് കണ്ടതുകൊണ്ടാണ് ഉസ്താദ് അടിച്ചിട്ടുണ്ടാവുക. ഒരു ശിക്ഷണം എന്ന രൂപത്തിൽ മാത്രം, അല്ലാതെ തൻ്റെ വൈരാഗ്യം തീർക്കാനോ ദേഷ്യം തീർക്കാനോ ഒന്നും ഒരു ഉസ്താദ് ഒരു കുട്ടിയെ അടിക്കാറില്ല. അപ്പോ ആ ഒരു രൂപത്തിൽ ഉസ്താദ് അടിച്ചതിന്റെ പേരിൽ ഇങ്ങനെ കുട്ടിയുടെ മുന്നിലിട്ട് ഉസ്താദിനെ വന്ന് അടിക്കുന്ന ഒരു സംഭവം വല്ലാതെ വേദനപ്പെടുത്തുന്ന ഒരു സംഭവം തന്നെയാണ്. നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് നമ്മൾ ഒരുപാട് അടി കൊണ്ടവരാണ്. ഉസ്താദുമാരുടെ അടുത്തു നിന്നും സ്കൂളിൽ നിന്ന് ടീച്ചർമാരെ സാർമാരുടെ അടുത്തു നിന്നൊക്കെ ഒരുപാട് അടി കൊണ്ടിട്ട് തന്നെയാണ് നമുക്ക് ഇപ്പോൾ ഈ നിലയിലെത്തിയിട്ടുള്ളത്. അവരോടൊന്നും നമുക്ക് ഇപ്പോഴും ഒരു ഉറപ്പോ ദേഷ്യമോ ഒന്നുമില്ല. അവര് നമ്മുടെ നല്ലതിന് വേണ്ടിയിട്ട് മാത്രമാണ് നമ്മെ അടിച്ചത്. നമുക്കൊരു ശിക്ഷണം എന്ന രൂപത്തിൽ മാത്രമാണ് അവര് നമുക്ക് അടി തന്നതും നമ്മെ ശകാരിച്ചതൊക്കെ. എന്നെ ഉസ്താദ് അടിച്ചു എന്ന് കുട്ടി വന്ന് പറയുമ്പോഴേക്ക് വണ്ടിയെടുത്ത് പോയി ഉസ്താദിനെ അടിക്കുന്നതിന് പകരം എന്തിനാണ് അടിച്ചത്, അടിച്ചത് എത്രത്തോളം വേദനയാക്കിയ രൂപത്തിലാണ് അടിച്ചത് എന്നുള്ളതൊക്കെ ഒന്ന് അന്വേഷിച്ചിട്ട് സമാധാനമായ രൂപത്തിൽ അതിനെ കൈകാര്യം ചെയ്യലാണ് ശരിക്ക് വേണ്ടത്. ഈ രൂപത്തിൽ നേരെ പോയി അടിച്ച് പ്രശ്നമാക്കി ഉസ്താദിനെ വഷളാക്കുന്ന ആ രൂപത്തിലൊന്നും നാം ആരും ചെയ്യാൻ പാടില്ല. ഈ അടി കൊണ്ടിട്ട് ആ ഉസ്താദ് എത്രത്തോളം വിഷമിച്ചിട്ടുണ്ടാവും, ആ ഉസ്താദിന്റെ മനസ്സ്, ആ അധ്യാപകന്റെ മനസ്സ് എത്രത്തോളം വേദനിച്ചിട്ടുണ്ടാവുമെന്ന് ഒന്ന് ആലോചിച്ച് നോക്കും. ആ അധ്യാപകന്റെ മനസ്സ് വേദനിച്ചതിന്റെ, ആ അധ്യാപകന്റെ കണ്ണീരിന്റെ പകരം ആ കുടുംബം അനുഭവിച്ചിട്ടേ അവര് ഈ ലോകത്ത് നിന്ന് വിട പറയുകയുള്ളൂ എന്ന് ഞാൻ ഉറപ്പു തരികയാണ്. അതിൽ യാതൊരു സംശയവുമില്ല. അധ്യാപകന്മാർ എന്ന് വടി നിലത്ത് വെച്ചോ അല്ലെങ്കിൽ വടിയെ ഒഴിവാക്കിയോ അന്നു മുതൽ കുട്ടികൾ വഴികേടിലാണ്. കുട്ടികൾക്ക് എന്തുമാവാം എന്നുള്ള ധൈര്യമാണ്. ആദ്യം നാം എടുത്തു മാറ്റേണ്ടത് കുട്ടികളെ അടിക്കാൻ പാടില്ല എന്നുള്ള നിയമമാണ്. ആവശ്യത്തിനുള്ള അടി, ശിക്ഷണം അത് കുട്ടികൾക്ക് ലഭിച്ചാൽ മാത്രമേ നമ്മുടെ കുട്ടികൾ നന്നാവുകയുള്ളൂ എന്നുള്ള കാര്യം നാം ഓരോ രക്ഷിതാക്കളും ഓർത്തിരിക്കേണ്ടതാണ്. അല്ലാഹു തആല ഈ രൂപത്തിലുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ആമീൻ.